ഹായ് എവരിവൺ, ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സൈലത്തിൻ്റെ തിരുവനന്തപുരത്തെ JEE ക്യാമ്പസിലെ ഒരു സ്റ്റുഡൻ്റായ ദർശനാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ ദർശൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വളരെ നന്നായി പോകുന്നു. അപ്പോൾ നമ്മുടെ JEE പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം എക്സാം ആണ്. അപ്പോൾ ഈ ഒരു എക്സാം ഒരു ടൈമിൽ നമ്മൾ പ്രിപ്പറേഷനൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ LMRP സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ ആദ്യം തൊട്ട് എല്ലാം റിവൈസ് ചെയ്ത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. 2024 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് വെച്ച് ഓരോ ഇപ്പം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാർമാർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തരുന്നു. ഓക്കെ, നന്നായി പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ബാച്ച് ആവാന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ തലേ ദിവസം പഠിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയിരിക്കുകയാണ് അല്ലേ? ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ പഠിക്കുന്നു, പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി ഒന്നും അറിയാതെ ഒരു ക്ലാസ്സിൽ പോയിരിക്കുന്നതിനെക്കാട്ടിലും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസിനെ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഹൈബ്രിഡ് മോഡൽ. കാരണം ആദ്യം ഓൺലൈനിൽ നമ്മളെ അവരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് പാർട്ട് തൊട്ട് നല്ല തിയറി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടാണ് ഞങ്ങൾ ഓഫ്ലൈൻ സെൻറ്ററിലോട്ട് വിടുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് വളരെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ സെൻറ്ററിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സാണ് അവരെല്ലാവരും. അപ്പോൾ അവരും കണ്ടന്റ് വളരെ നന്നായിട്ട് പഠിപ്പിച്ചു തരും. അത് അവരുടേതായ രീതിയിലാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് പഠിക്കാൻ അവസരം കിട്ടുന്നു. അതിൻ്റെ കൂടെ അവിടെ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഓൺലൈൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്നത് ഒന്നുകൂടെ റിവൈസ് ആവുന്നുണ്ട് ആ സമയത്ത്. അപ്പം ഇപ്പം DTS വേണ്ടിയാണെങ്കിലും നമ്മൾ ഒരു തവണ റിവൈസ് ചെയ്യും. ഓൺലൈൻ സെൻറ്ററിലാണെങ്കിൽ നമ്മൾ ഒരു തവണ പഠിക്കും. അതിൻ്റെ കൂടെ ഓഫ്ലൈൻ സെൻറ്ററിൽ കൂടെ ഇപ്പോൾ 3 തവണ റിവിഷൻ നടക്കും. അത് വളരെ നല്ലൊരു എഫക്റ്റീവാണ് ഹൈബ്രിഡ് സെൻറ്റർ. അതെ അതെ, ഇപ്പോൾ പഠിക്കാൻ നമുക്കൊരു സമയവും കുറച്ച് ലാഭിക്കാൻ പറ്റും. അതെ, ഈ ഓൺലൈൻ ഡേ നമുക്ക് നമ്മുടേതായി സെൽഫ് സ്റ്റഡി ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ എന്തായാലും പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ നമുക്ക് വേണം, മെറ്റീരിയൽസ് വേണം. സോ നമുക്കറിയാം നമ്മൾ DPPs ഉണ്ട്, മൈൻഡ് മാപ്സ് ഉണ്ട്, ഇതൊക്കെ നമ്മളെ എഫക്റ്റീവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ അതെങ്ങനെയാണ് മോനെ സഹായിച്ചിട്ടുള്ളതെന്ന് പറയാമോ? DPP ഇപ്പം കണ്ടന്റ് ഇത് വെച്ചാണെങ്കിൽ അത് വളരെ ക്രിസ്പായിട്ടാണ് അതെ ഇത് മൊത്തം തന്നിരിക്കുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പം വാരി വലിച്ചെഴുതാതെ അവർ കറക്റ്റ് കറക്റ്റ് പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് DPP വെച്ച് പഠിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഡ്രോപ്പേഴ്സ് ആണ്, ഞങ്ങൾക്ക് സമയം കുറവാണ്. ആ സമയത്തിനനുസരിച്ച് അത്രയും നന്നായി ആ തിയറി പഠിക്കാൻ ഈ DPP ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ കൂടി ഇപ്പോൾ പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഓൺലൈൻ സെൻറ്ററിൽ പഠിപ്പിക്കാൻ ക്വസ്റ്റ്യൻസ് ഒരു രീതിയിലായിരിക്കും തരുന്നത്. ഓഫ്ലൈൻ സെൻറ്ററിൽ ഒരു രീതി ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പോൾ അത് DPP വളരെ നല്ലതാണ്. ഇപ്പോൾ മൈൻഡ് മാപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഫോമിലൊക്കെ വളരെ നന്നായിട്ട് തരുന്നുണ്ട്. അത് വളരെ ഷോർട്ടാക്കിയാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് റിവിഷൻ്റെ സമയത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ GABക്ക് തൊട്ട് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് മൈൻഡ് മാപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് DPP പോലും ചിലപ്പോൾ അത്രയും നോക്കാൻ പറ്റില്ല. ഒരുപാട് പേജുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു നോക്കാൻ നമുക്ക് ടെൻഷൻ കയറും. ഭയങ്കര ടെൻഷൻ. അപ്പോൾ എന്തായാലും അത് വളരെയധികം യൂസ്ഫുൾ ആണെന്നാണ് ദർശൻ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സാം റിയൽ എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം നമ്മൾ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മളൊരു റിയൽ എക്സാം ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ആങ്സൈറ്റിയും നെർവസ്നെസ്സും ഒക്കെ നമുക്ക് നന്നായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് എഴുതി നമ്മളൊരു GAB ഇപ്പോൾ ഇത്രയും GABs എഴുതിയില്ലേ, ശരിക്കും പറഞ്ഞാൽ മോൻ്റെ കോൺഫിഡൻസ് ഇപ്പോൾ എങ്ങനെയാണ് അതിനെ പറ്റുമെന്ന് പറഞ്ഞു? ഞാൻ ഫസ്റ്റ് GAB എഴുതുമ്പം എൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ പൂറായിരുന്നു. അതിൻ്റെ കൂടെ മൊത്തത്തിൽ ആങ്സൈറ്റി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ CBT ആണ്. അതെ, അപ്പം ബോർഡ്സ് എഴുതി കഴിഞ്ഞാൽ CBT എക്സാംസ് എഴുതിയിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ഇയറിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഇതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത് സത്യം. അപ്പോൾ എഴുതുമ്പോൾ ആ ഒരു വേറൊരു മോഡാണല്ലോ CBT എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നപ്പോൾ ഫസ്റ്റ് എക്സാമിൽ എനിക്ക് നല്ല ഒരു നെർവസ്നെസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത GAB വരുന്നിട്ട് നമുക്കിപ്പം കുറേ GAB ആയല്ലോ. അപ്പോൾ ആ സമയത്തേക്കും നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ബെറ്ററായി. ഓരോ സബ്ജക്റ്റിൽ ഇത്ര സമയം വെച്ച് അറ്റൻഡ് ചെയ്യണം, ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ വെച്ച് വളരെ ബെറ്റർ ആയിട്ടുണ്ട് GAB ഒക്കെ എഴുതുമ്പോൾ. അപ്പം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പോയി JEE എക്സാം എഴുതാം എന്നുള്ളൊരു കോൺഫിഡൻസ്. നമ്മുടെ ഓൺലൈൻ എക്സാമിനെ പറ്റി പേടിയൊന്നും വേണ്ട അല്ലേ? ധൈര്യമായിട്ട് പോയി എഴുതാം. സോ അപ്പോൾ എന്താണ് LMRPയുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ LMRP എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? അതിപ്പം ഇത്രയും ഒരു 6-7 മാസത്തോളം ഞങ്ങൾക്ക് ഡ്രോപ്പേഴ്സിൽ ഇത്രയും പഠിപ്പിച്ചില്ല. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ വളരെ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പോകണം. അത് മെയിൻ പോയിന്റ്സ് മാത്രം എടുത്ത് റിവൈസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് 2 മെറ്റീരിയലായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഈ സമ്മറി എല്ലാം വെച്ച് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. അതിൽ ടോപ്പിക് എല്ലാം വളരെ നന്നായിട്ട് റിവൈസ് ആകുന്നുണ്ട്. അതിൻ്റെ കൂടെ 2024 മാത്രം ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ബക്കറ്റ് ഉണ്ട്. അപ്പോൾ അതും ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ആവും. പിന്നെ ടൈം ശരിക്കും ഞങ്ങൾക്കിപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇന്ന സമയത്തിനുള്ളിലാണ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് അത്രയും ആ ടൈമിനുള്ളിൽ അത്രയും ക്വസ്റ്റ്യൻസും ചെയ്യണം. ഒരു 30-34 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്രയും ചെയ്യണം ഓരോ സബ്ജക്റ്റിനും.
ടൈം മാനേജ്മെന്റ് നന്നായിട്ട് പോകും, നന്നായിട്ട് പോകും. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ്. അതെ അതെ. അപ്പം നമ്മുടെ ഒരുപാട് ആസ്പിറൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദർശന് എന്താണ് അവർക്ക് നമ്മുടെ സൈലത്തിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മെൻറ്റേഴ്സിനെ ടീച്ചേഴ്സിനെയൊക്കെ പറ്റി ഒരു എന്താണ് അവരോട് പറയാനുള്ളത്? വളരെ നന്നായിട്ട് തന്നെയാണ് സൈലം ഞങ്ങളെ കൊണ്ടുവന്നത്. പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുന്നത് ഞങ്ങളുടെ ട്രിവാൻഡ്രം സെൻറ്ററിലെ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും വളരെ വളരെ നല്ല ടീച്ചേഴ്സാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ വളരെ സപ്പോർട്ടീവാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൗട്ടൊക്കെ ചെന്ന് വരുമ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അതെല്ലാം സോൾവ് ചെയ്ത് തരുന്നത്. പിന്നെ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിൽ എല്ലാം വളരെ നല്ലതാണ്. പിന്നെ മെൻറ്റേഴ്സും വളരെ ഹെൽപ്ഫുൾ ആണ്. ഞങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ മെൻറ്ററിൻ്റെ അടുത്ത് ഹോസ്റ്റലും എല്ലാം ഓക്കെ എല്ലാം വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ് എനിക്കുള്ളത്. ശരി. പിന്നെ ഹൈബ്രിഡ് മോഡലായതുകൊണ്ട് നല്ല കാര്യം. അപ്പോൾ ദർശൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ദർശൻ വളരെ കോൺഫിഡൻറ്റോട് കൂടി ഇത്തവണത്തെ JEE അപ്പിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളും ഇതേപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.